നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആഘോഷമാക്കി പ്രവർത്തകർ. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു കാസർകോട്ടെ ആഘോഷം. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ കാസർഗോഡ് ജില്ലാ ടീമിന് ഓവറോൾ കിരീടം. പിലിക്കോട്ടെ വിവിധ കേന്ദ്രങ്ങളിലെ 14 വേദികളിലായിരുന്നു കലോത്സവം നടന്നത്. ദേശീയപാതയിൽ ഡിവൈഡറിനായി എടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പയ്യന്നൂർ പിലാത്തറ വിളയാങ്കോടാണ് സംഭവം. കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പ് കേസ്. പുറത്തുവരുന്നത് പോലീസിനെ പോലും ഞെട്ടിപ്പിക്കുന്ന വൻ തട്ടിപ്പ് കഥകൾ. പെരുമ്പളക്കടവ് കൊവ്വലിൽ തോടിനു മുകളിൽ മണ്ണിട്ടതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. വീടുകളിലും പരിസരങ്ങളിലും മലിനജലം കയറി, കുടിവെള്ളവും മുട്ടി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി 12 മണി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. മത്സ്യത്തൊഴിലാളികൾക്ക് ഇനിയുള്ള 52 ദിനങ്ങൾ വറുതിയുടെ നാളുകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ആരംഭിച്ചു. ജൂലൈ 31 അർദ്ധരാത്രി 12 മണി വരെയാണ് നിരോധനം. ജില്ലയിൽ 260 മീൻപിടുത്ത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 200-ലധികം ബോട്ടുകൾ ചെറുവത്തൂർ, മടക്കര, കാസർഗോഡ്, മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മീൻ പിടിക്കുന്നത്. ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരും അടക്കം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വറുതിയുടെ നാളുകളായിരിക്കും. ഉൾഗ്രാമങ്ങളിലേക്കടക്കം മീനെത്തിച്ച് വിൽപ്പന നടത്തുന്ന തൊഴിലാളികൾക്കും ട്രോളിംഗ് കാലം ഇല്ലായ്മയുടെ കാലമാകും. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമേ അനുവദിക്കൂ. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് എന്നിവയുടെ സേവനം ഉറപ്പാക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആഘോഷമാക്കി കാസർകോട്ടെ പ്രവർത്തകർ. പ്രകടനം നടത്തിയും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ ആഘോഷിച്ചത്. മഴയെപ്പോലും അവഗണിച്ചായിരുന്നു പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയതിലും മൂന്നാമതും NDA സർക്കാർ അധികാരത്തിലേറിയതും ആഘോഷമാക്കി കാസർകോട്ടെ പ്രവർത്തകർ. കാസർഗോഡ് നഗരത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കറന്തക്കാട് ശ്രീരാമവാടി പരിസരത്തു നിന്നും തുടങ്ങി നഗരപ്രദക്ഷിണം നടത്തിയ പ്രകടനം ശ്രീരാമവാടി BJP കാസർഗോഡ് മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. മധുര വിതരണം, ചെണ്ടമേളം, DJ എന്നിവ നടന്നു. കാസർഗോഡിനു പുറമെ ജില്ലയിലെ മറ്റ് കേന്ദ്രങ്ങളിലും പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം നടന്നു. പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും മുദ്രാവാക്യം വിളിച്ചും ആഹ്ലാദ നൃത്തം ചവിട്ടിയുമാണ് പ്രവർത്തകർ സത്യപ്രതിജ്ഞാവേളയെ ആഘോഷമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിലെ അബ്ദുൽ ഖാദറിന്റെ ഭാര്യ ഫൗസിയയാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടം വരുത്തിയത്. പിന്നോട്ടെടുക്കുകയായിരുന്ന ബസ് ഫൗസിയയെ ഇടിച്ചിടുകയും കാലിൽ കയറുകയുമായിരുന്നു. തുടയെല്ല് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഉടൻ ആദ്യം ചെറുവത്തൂരിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം മാവുങ്കാലിലെ സഞ്ജീവനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകട സമയത്ത് സഹോദരന്റെ 8 വയസ്സുള്ള മകൾ ഫൗസിയോടൊപ്പം ഉണ്ടായിരുന്നു. കുട്ടി അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ തങ്ങളെ വെല്ലാൻ ആരുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് കാസർഗോഡ് ജില്ലാ ടീം ഓവറോൾ കിരീടമണിഞ്ഞു. പിലിക്കോട് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ 14 വേദികളിൽ നടന്ന 5ാമത് കലോത്സവത്തിലും 209 പോയിന്റ് നേടി 1ാം സ്ഥാനം ആതിഥേയ ജില്ല സ്വന്തമാക്കി. കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ അതിരിടുന്ന കാലിക്കടവിലും പരിസരങ്ങളിലെയും വേദികളിൽ 3 ദിവസങ്ങളിലായി ലാസ്യ താള ദൃശ്യ വിരുന്നൊരുക്കിയ കലാമേളയിൽ അയൽ ജില്ലയായ കണ്ണൂർ 185 പോയിന്റ് നേടിയാണ് 2ാം സ്ഥാനം ഉറപ്പിച്ചത്. 96 പോയിന്റുമായി തൃശൂർ ജില്ലാ ടീമാണ് 3ാം സ്ഥാനം നേടിയത്. ഞായറാഴ്ച വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇതിൽ പങ്കെടുത്ത് ഇതിനെ ആഘോഷമാക്കി മാറ്റിയ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ കുടുംബശ്രീ പ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കുടുംബശ്രീ കേരളത്തിൻ്റെ അഭിമാനമായ സ്ത്രീ കൂട്ടായ്മയാണ്. 46 ലക്ഷം വനിതകൾ അണിനിരന്നിട്ടുള്ള പെൺകരുത്തിൻ്റെ മഹാപ്രസ്ഥാനം. ഓവറോൾ ചാമ്പ്യന്മാരായ കാസർഗോഡ് ജില്ലയ്ക്കുള്ള എവർ റോളിംഗ് ട്രോഫി M രാജഗോപാലൻ MLA സമ്മാനിച്ചു. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് സമ്മാനിച്ചു. 2ാം സ്ഥാനം നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ജാഫർ മാലിക് എന്നിവർ ട്രോഫി സമ്മാനിച്ചു. 3ാം സ്ഥാനം നേടിയ തൃശൂർ ജില്ലയ്ക്ക് PP ദിവ്യ ട്രോഫി നൽകി. PK സൈനബ, PP ദിവ്യ എന്നിവർ വിശിഷ്ടാതിഥികളായി. AP ഉഷ, ഷാനവാസ് പാദൂർ, PP പ്രസന്നകുമാരി, CV പ്രമീള, PV മുഹമ്മദ് അസ്ലം, VV സജീവൻ, VK ബാവ, M ശാന്ത, K ശകുന്തള, M മനു, CJ സജിത്, PK ലക്ഷ്മി, TT സുരേന്ദ്രൻ, CH ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദേശീയപാതയിൽ ഡിവൈഡറിനടുത്തായി എടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പയ്യന്നൂർ പിലാത്തറ വിളയാങ്കോട് ദേശീയപാതയിലാണ് സംഭവം. കരാർ കമ്പനി ഓഫീസിലേക്ക് DYFI മാർച്ച് നടത്തി. പയ്യന്നൂർ പിലാത്തറ വിളയാങ്കോട് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കൾവേർട്ടിലെ വെള്ളക്കെട്ടിൽ വീണാണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യമുണ്ടായത്. തളിപ്പറമ്പ് ആലിങ്കിൽ തിയേറ്ററിന് സമീപം താമസിക്കുന്ന കുഞ്ഞിമംഗലം ആണ്ടാങ്കൂവൽ സ്വദേശി റിയാസാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി പിലാത്തറ വിളയാങ്കോട് MGM കോളേജിലേക്ക് പോകുന്ന ജംഗ്ഷനിൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിലായിരുന്നു അപകടം. ഇതുവഴി വന്ന ഇരുചക്ര വാഹന യാത്രക്കാരൻ ഒരു എൻഫീൽഡ് ബുള്ളറ്റ് മറിഞ്ഞു കിടക്കുന്നത് കണ്ട് വാഹനം നിർത്തി പരിശോധിച്ചപ്പോഴാണ് ഒരാൾ വെള്ളക്കെട്ടിൽ കിടക്കുന്നതായി കണ്ടത്. പരിയാരം പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇദ്ദേഹത്തെ പുറത്തെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം ഡിവൈഡറിനായി എടുത്ത വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ DYFI നേതൃത്വത്തിൽ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി മാർച്ച് നടത്തി. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മാർച്ച് ഓഫീസ് ഗേറ്റിന് പുറത്ത് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ അകത്തേക്കു തള്ളിക്കയറി. തുടർന്ന് നേതാക്കൾ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. 24 മണിക്കൂറിനുള്ളിൽ എല്ലായിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അപകട സാധ്യതയുള്ള കുഴികൾ നികത്തുമെന്നും അധികൃതർ ഉറപ്പു നൽകിയതായി DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CP ഷിജു പറഞ്ഞു. ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ കമ്പനിക്ക് മുന്നിൽ അനിശ്ചിതകാല ഉപരോധം നടത്തുമെന്നും DYFI നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. DYFI എന്ന രീതിയിൽ ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിപ്പിക്കാനും അതോടൊപ്പം തന്നെ വേണ്ട എല്ലാ സ്ഥലങ്ങളിലും സൈൻ ബോർഡ് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ഡിവൈഡർ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് യാത്രക്കാരുടെ യാത്ര സുഗമമായി നടത്താൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി നിലവിലിപ്പോൾ ഇവിടുത്തെ അധികാരികളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്നാണ്
ഇവിടുത്തെ അധികാരികൾ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ മെഗാ കൺസ്ട്രക്ഷൻ ഒരു ദേശീയ നിലവാരത്തിൽ നാഷണൽ ഹൈവേ ആണ് കടന്നു പോകുന്നത്. MP ഉൾപ്പെടെ അടിയന്തരമായി ഇടപെടേണ്ട കാര്യമാണ് ഈ വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MP അടിയന്തരമായി ഉൾപ്പെടണമെന്ന് ഇടപെടുന്ന DYFI ഇവിടെ പറയുകയാണ്. A. സുധാജ്, M. സജേഷ്, PV ശിവശങ്കരൻ, P. ജിതിൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പ് കേസ്. സെക്രട്ടറി രതീശനിൽ നിന്ന് പണം കൈപ്പറ്റിയ കണ്ണൂർ സ്വദേശി ജബ്ബാർ ഉൾപ്പെടുന്ന സംഘം തട്ടിപ്പിനിരയാക്കിയത് നിരവധി പേരെ. ഈ വൻ തട്ടിപ്പ് സംഘത്തിൽ വിദേശത്ത് താമസിക്കുന്നവരും തമിഴ്നാട് സ്വദേശികളും അടക്കമുണ്ടെന്നാണ് വിവരം. കേസിൽ അന്വേഷണം പുരോഗമിക്കവേ പോലീസിനെ പോലും ഞെട്ടിക്കുന്ന വലിയ തട്ടിപ്പ് കഥകളാണ് പുറത്തുവരുന്നത്. കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സൊസൈറ്റി സെക്രട്ടറി രതീശനിൽ നിന്ന് പണം കൈപ്പറ്റിയ കണ്ണൂർ സ്വദേശി ജബ്ബാർ ഉൾപ്പെടുന്ന സംഘം നിരവധി പേരെ തട്ടിപ്പിന് ഇരയാക്കിയെന്നാണ് കണ്ടെത്തൽ. സംഘത്തിൽ വിദേശത്ത് താമസിക്കുന്നവരും തമിഴ്നാട് സ്വദേശികളും അടക്കമുണ്ടെന്ന് വെളിപ്പെടുത്തൽ. തട്ടിപ്പിൽ പിടിയിലായ കണ്ണൂർ താണ സ്വദേശി മഞ്ഞക്കണ്ടി ജബ്ബാറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ടായത്. സൊസൈറ്റി സെക്രട്ടറി രതീശനിൽ നിന്ന് പണം കൈപ്പറ്റിയത് ജബ്ബാറാണ്. ഇയാൾ 2020 മുതൽ നിരവധി പേരെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടെന്നാണ് മൊഴി. സംഘത്തിലെ 9 ആളുകളുടെ പേരുകൾ ജബ്ബാർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. വിദേശത്ത് നിന്ന് വലിയ ഫണ്ട് വരാനുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് സംഘം പണം കൈക്കലാക്കുന്നത്. ഫണ്ട് ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികൾക്കായെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് വിവിധ ഘട്ടങ്ങളിലായി ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നത്. സൊസൈറ്റി സെക്രട്ടറി രതീശന് ജബ്ബാർ പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരുന്നത് 5 കോടി രൂപയാണത്രേ. ബ്രിട്ടനിൽ നിന്ന് 673 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് കാണിക്കുന്ന റിസർവ് ബാങ്കിന്റെ പേരുള്ള വ്യാജരേഖയും ജബ്ബാർ തയ്യാറാക്കിയിട്ടുണ്ട്. അറസ്റ്റിലായ കോഴിക്കോട് സ്വദേശി നബീലിന്റെ ബുദ്ധിയും ഇതിന് പിന്നിലുണ്ടെന്നാണ് വിവരം. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, റിസർവ് ബാങ്ക് ഗവർണർ എന്നിവരുടെ വ്യാജ ഒപ്പുള്ള ഈ രേഖ കാണിച്ചാണ് പലരെയും വിശ്വസിപ്പിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പ് ശൈലിയിൽ നേരിട്ട് തട്ടിപ്പ് നടത്തുന്ന രീതിയാണ് സംഘത്തിൻ്റേത്. വലിയ റാക്കറ്റ് തന്നെ പിന്നിലുള്ളതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. വിപുലമായ പരിശോധനകൾ വേണ്ടിവരുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിലെ പണം ഉൾപ്പെടെ തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ടൈ ബ്രേക്കറിൽ മലപ്പുറത്തെ തോൽപ്പിച്ച് സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ കിരീടം ആതിഥേയരായ കാസർഗോഡ് ജില്ലാ ടീം സ്വന്തമാക്കി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ മഴയിലും വീറുറ്റതായി മാറിയ കലാശ പോരാട്ടത്തിന്റെ ടൈ ബ്രേക്കറിൽ 3-നെതിരെ 4 ഗോളിനാണ് മലപ്പുറത്തെ മറികടന്നത്. കലാശപ്പോരിൽ ആതിഥേയരായ കാസർഗോഡ് കേരള ഫുട്ബോൾ അസോസിയേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായി. കരുത്തരായ മലപ്പുറത്തെ ടൈ ബ്രേക്കറിൽ 3-നെതിരെ 4 ഗോളിന് തോൽപ്പിച്ചാണ് ആതിഥേയ ജില്ല കിരീടത്തിൽ മുത്തമിട്ടത്. കഴിഞ്ഞ ഒരാഴ്ചയായി നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നു വന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരം മഴ നിറം കെടുത്തുമെന്ന് കരുതിയെങ്കിലും മത്സരം വീറുറ്റതായി. കളിയുടെ ആദ്യ പകുതിയിൽ മലപ്പുറം മേൽക്കൈ നേടിയെങ്കിലും ഗോൾ എന്ന ലക്ഷ്യത്തിലെത്താൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിൽ മലപ്പുറത്തിന്റെ ചില മുന്നേറ്റങ്ങൾ കാസർഗോഡിന്റെ പ്രതിരോധത്തിൽ തട്ടിയകന്നു. കലാശ പോരാട്ടത്തിലെ മികച്ച താരമായി മലപ്പുറത്തിന്റെ അമ്രാസിനെ തിരഞ്ഞെടുത്തു. നേരത്തെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ തൃശൂരിനെ എതിരില്ലാത്ത 4 ഗോളിന് പാലക്കാട് പരാജയപ്പെടുത്തി. മികച്ച ഗോൾ കീപ്പറായി കാസർഗോഡിന്റെ TKB മുഹമ്മദ് ഷാൻ, മികച്ച ഫോർവേഡായി മലപ്പുറത്തിന്റെ MK ശ്രീനന്ദൻ, മികച്ച പ്രതിരോധ താരമായി കാസർഗോഡിന്റെ K സായന്തിനെയും മികച്ച മിഡ്ഫീൽഡറായി പാലക്കാട് ജില്ലാ ടീമിലെ ഷാരോൺ എന്നിവരെയും തെരഞ്ഞെടുത്തു. സമാപന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AGC ബഷീർ, മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ M സുരേഷ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം TV ബാലൻ, അഷ്റഫ് ഉപ്പള, KPC മുഹമ്മദ് കുഞ്ഞി എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. DFA പ്രസിഡന്റ് K വീരമണി അധ്യക്ഷത വഹിച്ചു. TKM മുഹമ്മദ് റഫീഖ്, രാജൻ എടാട്ടുമ്മൽ, സിദ്ദീഖ് ചക്കര, കബീർ കമ്പാർ, M ബാലമുരളി, ലത്തീഫ് പെരിയ, VPP ഷുഹൈബ്, KK സൈനുദ്ദീൻ, KV ഗോപാലൻ, TV ഗോപാലകൃഷ്ണൻ, C ഷാഹുൽ ഹമീദ്, M ഷെരീഫ്, CV ഷാജി എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെരുമ്പളക്കടവ് കൊവ്വലിൽ തോടിനു മുകളിൽ മണ്ണിട്ടതിനെ തുടർന്ന് വെള്ളമൊഴുകിപ്പോകാത്തത് നിരവധി കുടുംബങ്ങൾക്ക് ദുരിതമാകുന്നു. വീടുകളിലും പരിസരങ്ങളിലും മലിനജലം കയറി പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കിണറുകളിലുൾപ്പെടെ മലിനജലം കയറി കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ്. പെരുമ്പളക്കടവ് കൊവ്വലിൽ തോടിനു മുകളിൽ മണ്ണിട്ടത് മൂലം 50ഓളം കുടുംബങ്ങൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതം.
സുഗമമായി ഒഴുകുകയായിരുന്ന തോടിന് മുകളിലാണ് മണ്ണിട്ടത്. വെള്ളത്തിന് ഒഴുകിപ്പോകുവാൻ സ്ഥലമില്ലാതായതോടെ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വെള്ളം ഇപ്പോൾ തോടിന് സമീപത്തായുള്ള വീടുകളിലേക്കും പരിസരങ്ങളിലേക്കും കയറുകയാണ്. 50ഓളം കുടുംബങ്ങളാണ് ഇതോടെ പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലായത്. അക്ഷരാർത്ഥത്തിൽ ഈ കുടുംബങ്ങളെല്ലാം ഒറ്റപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ. മുറ്റത്തുൾപ്പെടെ വെള്ളം കയറിയതിനാൽ വാഹനങ്ങളെല്ലാം വെള്ളത്തിലാണ്. കിണറുകളിലേക്കും മലിനജലമിറങ്ങി ഈ കുടുംബങ്ങളുടെ കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ്. തങ്ങൾ വളരെയധികം ദുരിതത്തിലാണെന്നും വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസിയായ ഇബ്രാഹിം പറഞ്ഞു. പഞ്ചായത്ത് തോട് നിർത്തിയിട്ട് വെള്ളം പോകുന്നില്ല. ഇവിടെ 10-20 വീട്ടിൽ വെള്ളം കയറിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കക്കൂസ് മാലിന്യങ്ങളൊക്കെ വന്നിട്ട് ഈ വെള്ളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. സാംക്രമിക രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അധികൃതർ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് ഇതിന് വേണ്ടുന്ന നടപടി എടുക്കണമെന്ന് നമുക്ക് ഇതിന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നടപടി ചെയ്യണം. ഇപ്പം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമ്മളെ വണ്ടിയെല്ലാം വെള്ളത്തിൽ മുങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ അതിനുള്ള നടപടി പഞ്ചായത്തും അധികൃതരും കളക്ടർ സാർമാരെല്ലാം ചെയ്യേണ്ടെന്ന് അപേക്ഷിക്കുന്നു. കൗവലിന് പുറമെ കരിച്ചേരി തറവാടിന്റെ ഭാഗത്തും ഇത്തരത്തിൽ തോടിനു മുകളിൽ മണ്ണിട്ടിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണെങ്കിലും ഇവർ നടത്തുന്ന ഇത്തരം പ്രവൃത്തി മൂലം നിരവധി കുടുംബങ്ങളാണ് കടുത്ത ദുരിതത്തിലായിരിക്കുന്നത്. വിഷയത്തിൽ നടപടിയുണ്ടാകുവാൻ ജില്ലാ കളക്ടറെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുൻ DCC പ്രസിഡന്റും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന കെ വെളുത്തമ്പുവിന്റെ 8ാം ചരമവാർഷിക ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. DCC ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. മുൻ DCC പ്രസിഡന്റ് കെ വെളുത്തമ്പുവിന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DCC ഓഫീസിൽ പുഷ്പാർച്ചന, അനുസ്മരണ യോഗം എന്നിവ നടത്തി. അനുസ്മരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഒരാളിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ജില്ലയിലെ കോൺഗ്രസിന്റെ പരമാധികാരിയാകുക എന്നുള്ളതാണ്. ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടായി എന്ന് വരില്ല. ഞാനൊക്കെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും DC ബസിന്റെ കസേരയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. എനിക്ക് യോഗം കിട്ടിയിട്ടില്ല. എല്ലാവർക്കും അങ്ങനെയുള്ള യോഗം കിട്ടത്തില്ല. വെളുത്തമ്പുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് കിട്ടി. പിന്നെ മേലോട്ട് പോകുമ്പോൾ ഒരു ദിവസം KPC പ്രസിഡന്റ് ആകുക എന്നുള്ളതാണ്. പിന്നെ മന്ത്രി, മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പോകും. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹമാണ് ഈ ഓഫീസ് ഉണ്ടാക്കിയത്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് KP കുഞ്ഞിക്കണ്ണൻ, PA അഷ്റഫ് അലി, രമേശൻ കരുവാച്ചേരി, ശാന്തമ്മ ഫിലിപ്പ്, MC പ്രഭാകരൻ, കരുൺ താപ്പ, VR വിദ്യാസാഗർ, M കുഞ്ഞമ്പു നമ്പ്യാർ, CV ജെയിംസ്, ടോമി പ്ലാച്ചേരി, KV സുധാകരൻ, മാമുനി വിജയൻ, ഹരീഷ് P നായർ, KV വിജയൻ, ജോയ് ജോസഫ്, KV ഭക്തവത്സലൻ, സാജിദ് മൗവൽ, മനാഫ് നുള്ളിപ്പാടി, R ഗംഗാധരൻ, P കുഞ്ഞിക്കണ്ണൻ, ഹർഷദ് വോർക്കാടി, ഷാനിദ് കയ്യങ്കൂടൽ, ലക്ഷ്മണ പ്രഭു, മിനി ചന്ദ്രൻ, A വാസുദേവൻ, ദിവാകരൻ കരിച്ചേരി, ജമീല അഹമ്മദ്, A ഷാഹുൽ ഹമീദ്, കമലാക്ഷ, സുവർണ M, പുരുഷോത്തമൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൈലാഞ്ചി ചന്തം അഴകായി പെയ്തിറങ്ങിയ മനോഹര ദൃശ്യങ്ങളുടെ വേദിയായി നെല്ലിക്കുന്ന് ഗേൾസ് സ്കൂൾ. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മൈലാഞ്ചിയിടൽ മത്സരം കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി മാറി. ആവേശം പകർന്ന മത്സരത്തിൽ 35 മൊഞ്ചത്തികൾ മാറ്റുരച്ചു. കൈകളിൽ മെഹന്തിയിട്ട് മൊഞ്ചത്തിയായി നിൽക്കുന്ന മൊഞ്ചത്തിമാർ, മുഖങ്ങളിൽ പുഞ്ചിരി തിളക്കം. മൈലാഞ്ചി ചന്തം അഴകായി പെയ്തിറങ്ങിയ മനോഹര ദൃശ്യങ്ങളുടെ വേദിയാവുകയായിരുന്നു കാസർഗോഡ് നെല്ലിക്കുന്ന് GVHSS ഫോർ ഗേൾസ്. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മൈലാഞ്ചിയിടൽ മത്സരത്തിൽ 35 മൊഞ്ചത്തികളാണ് മാറ്റുരച്ചത്. മത്സരം പ്രമുഖ ഫാഷൻ ഡിസൈനർ ജസീല റിയാസ് ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു.
വർക്കിംഗ് പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ ഇബ്രാഹിം ചൌക്കി, VHSC പ്രിൻസിപ്പൽ RS ശ്രീജ, N അനസൂയ, മദർ PTA പ്രസിഡന്റ് സാക്കിയ, ഇസ്മയിൽ മാപ്പിള, റഹീം ചൂരി, ഷാഫി തിരുവത്ത്, സാബിറ എവറസ്റ്റ്, TM മൻസൂർ, അബ്ദുൾ റഹ്മാൻ ബാങ്കോട്, M അബ്ദുറഹ്മാൻ, ഖമർനീസ കടവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ M രാജീവൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CK മദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോട്ടുകാരായ 2 എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ചർച്ച ചെയ്ത് തനിമ കാസർഗോഡ് ഒരുക്കിയ സർഗസായാഹ്നം ശ്രദ്ധേയമായി. കഥ ജീവിതം വായിക്കുന്നു എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോട്ടുകാരായ 2 എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ചർച്ച ചെയ്ത് തനിമ കാസർഗോഡ് ഒരുക്കിയ സർഗസായാഹ്നം ശ്രദ്ധേയമായി. കഥ ജീവിതം വായിക്കുന്നു എന്ന ടൈറ്റിലിൽ ഞായറാഴ്ച വൈകുന്നേരം ഡയലോഗ് സെന്ററിലാണ് ഹരീഷ് പന്തക്കലിൻ്റെ ബാബ് അൽ ബഹ്റൈനും KPS വിദ്യാനഗറിൻ്റെ ഡിമെൻഷ്യയുടെയും കഥാവായന നടത്തിയത്. പ്രവാസ ജീവിതത്തിൻ്റെ കയ്പും മധുരവും അറിഞ്ഞ എഴുത്തുകാരൻ്റെ ലോകവീക്ഷണത്തിൽ നിന്നും കാച്ചിക്കുറുക്കിയ നോവലാണ് ബാബ് അൽ ബഹ്റൈൻ എന്നും പോരാട്ടത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അധികാരത്തിൻ്റെയും കഥ പറയുന്ന നോവൽ സമകാലിക രാഷ്ട്രീയ വികാസത്തിൽ ഏറെ പ്രസക്തമാകുന്നുവെന്നും പുസ്തകം ചർച്ച ചെയ്തുകൊണ്ട് ഷെരീഫ് കുരിക്കൾ പറഞ്ഞു. വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭത്തിന്റെ 21ാം ദിവസമായ ഞായറാഴ്ച പ്രക്ഷോഭകാരികൾ വാഷിംഗ്ടൺ സിറ്റിയിലെ ബഹിരാകാശ മ്യൂസിയത്തിലേക്ക് തള്ളിക്കയറുമ്പോൾ ഞായറാഴ്ച ഒഴിവു ദിനമായതിനാൽ മ്യൂസിയം വെറുതെ കാണാൻ പോയ ഫർസാന സമരക്കാർക്കിടയിൽ പെട്ടുപോയി. എല്ലാവരെയും പുറത്താക്കി മ്യൂസിയം അധികൃതർ വാതിലടച്ചു. തുടർന്ന് വാഷിംഗ്ടൺ സ്ക്വയർ പാർക്കിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനും ഫർസാന കുടുങ്ങി. ജാഥ നയിച്ചവർക്ക് നേരെ അമേരിക്കൻ പോലീസ് നടത്തിയ കുരുമുളക് സ്പ്രേ പ്രയോഗത്തിൽ ഫർസാനയുടെ കണ്ണ് കലങ്ങി. 3 കഥാപാത്രങ്ങളെ ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ 3 ആളുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ രാഷ്ട്രീയ സ്ഥലികളെ കുറിച്ചും നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം ഇക്കാര്യം അവതരിപ്പിക്കുന്നു. യാഥാർത്ഥ്യവും ഫാന്റസിയും ഇടകലർന്നതാണ് ഡിമെൻഷ്യയിലെ കഥകളെന്നും വായിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് നമസ്കാരം പറയാൻ തോന്നുന്ന ഇത്തരം കഥകൾ എഴുതാൻ ഏത് നിർമ്മിത ബുദ്ധിക്കും സാധിക്കില്ലെന്നും എഴുത്തുകാരൻ സന്തോഷ് സക്കറിയ പറഞ്ഞു. ചടങ്ങിൽ മുതിർന്ന ഗ്രന്ഥകാരൻ കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞിയെ തനിമ ആദരിച്ചു. അദ്ദേഹത്തിനുള്ള ഉപഹാരം തനിമ കലാസാഹിത്യവേദി സംസ്ഥാന സമിതി അംഗം BK മുഹമ്മദ് കുഞ്ഞി കൈമാറി. പ്രസിഡന്റ് അബൂ താഹി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന എഴുത്തുകാരൻ AS മുഹമ്മദ് കുഞ്ഞി ആമുഖഭാഷണം നടത്തി. കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി, ഹരീഷ് പന്തക്കൽ, KPS വിദ്യാനഗർ, മുഹമ്മദ് അലി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അഷ്റഫ് അലി ചേരങ്കൈ സ്വാഗതവും അബൂബക്കർ ഗിരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ ജനതാ പാർട്ടി മധൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പട്ടികജാതി പട്ടികവർഗ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ SC/ST വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി മധൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ മോർച്ച വിദ്യാർത്ഥികൾക്കായി പുസ്തക വിതരണം നടത്തി. കുഡ്ലു SGKHS സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. ಶಿವಾನಿ 2ನೇ ಕ್ಲಾಸ್, ಶಿವಾನಿ ಕಾಶಿ 2ನೇ ಕ್ಲಾಸ್, ಕಾಶಿ SC/ST മോർച്ച മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സഞ്ജീവ പുളിക്കൂർ അധ്യക്ഷത വഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കൂഡ്ലു, BJP കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് പ്രമീള മജൽ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുകുമാർ കുദ്രപ്പാടി, രാധ പച്ചക്കാട്, മാധവ മാസ്റ്റർ, പ്രഭാശങ്കര മാസ്റ്റർ, ശശികുമാർ മന്നിപ്പാടി, രവി കെട്ടി മായിപ്പാടി, രമേശ മായിപ്പാടി, സുബണ്ണ നായിക് അർത്തല എന്നിവർ സംസാരിച്ചു. SC/ST മോർച്ച മധൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉദയകുമാർ പരിപാടി നിയന്ത്രിച്ചു. സുരേഷ് കാളിയങ്ങാട് സ്വാഗതവും മോഹന കാളിയങ്ങാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സിൽവർ ജൂബിലിയുടെ ഭാഗമായി നവീകരിച്ച കാസർഗോഡ് വർദ്ധൻസ് ഹോമിയോ ആശുപത്രി തുറന്നു. നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം നിർവഹിച്ചു. സിൽവർ ജൂബിലിയുടെ ഭാഗമായി നവീകരിച്ച കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന വർദ്ധൻസ് ഹോമിയോപ്പതിക് ആശുപത്രി തുറന്നു. നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. സ്വന്തം ജീവൻ മറന്നുകൊണ്ട്
കോവിഡ് കാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ഡോക്ടറെന്ന് ഞാൻ അദ്ദേഹത്തെ പറയുന്നില്ല. അതായത് ഞങ്ങൾക്കൊക്കെ ഉള്ള ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി രമേശ് മുഖ്യാതിഥിയായിരുന്നു. ഇട്ടി രവിയുടെ ഭാര്യ ഗീതാമണി ഭദ്രദീപം കൊളുത്തി. മധൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹനീഫ് അറന്തോട്, പി കെ വിനോദ് കുമാർ, ഡോക്ടർ പി ശ്രീകുമാർ, ജോസ് ഫ്രാൻസിസ്, ഡോക്ടർ വിഷ്ണുവർദ്ധൻ, ഡോക്ടർ ഹർഷവർദ്ധൻ, കെ ടി സുനീഷ് കുമാർ, ഡോക്ടർ കെ ജി ഗിരീഷ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ജൈവ കൃഷി പരിപാലന രംഗത്തും ശ്രദ്ധേയനായിരുന്ന ഡോക്ടർ പി ഇട്ടി രവിയാണ് 25 വർഷം മുൻപ് വർദ്ധൻസ് ഹോമിയോപ്പതിക് ആശുപത്രി തുടങ്ങിയത്. 3 വർഷം മുൻപ് മരണപ്പെട്ട ഡോക്ടർ ഇട്ടി രവിയുടെ മക്കളായ ഹോമിയോപ്പതിയിൽ മാസ്റ്റർ ബിരുദം നേടിയ ഡോക്ടർ വിഷ്ണുവർദ്ധനും BHMS കഴിഞ്ഞ ഡോക്ടർ ഹർഷവർദ്ധനുമാണ് ആശുപത്രി നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ JKGയിലേക്കും SKGയിലേക്കുമുള്ള കുരുന്നുകളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി. മധുരം നൽകിയും പൂക്കളും ബലൂണുകളും നൽകിയും കുരുന്നുകളെ ഊഷ്മളമായി വരവേറ്റു. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ JKGയിലേക്കും SKGയിലേക്കുമായി എത്തിയ കുരുന്നുകളെ ഊഷ്മളമായി വരവേറ്റു. മാതാപിതാക്കളോടൊപ്പം കൈപിടിച്ചെത്തിയ കുരുന്നുകളെ വരവേൽക്കാൻ അധ്യാപകർ സ്കൂളിനെ വിവിധ വർണ്ണങ്ങളാൽ അലങ്കരിച്ചിരുന്നു. പൂക്കൾ, ബലൂണുകൾ, ചോക്ലേറ്റുകൾ, മധുര പലഹാരങ്ങൾ എന്നിവ നൽകി കുട്ടികളെ സ്വീകരിച്ചു. പുസ്തകങ്ങൾ നിറച്ച ബാഗുകളുമായി കരഞ്ഞും ചിരിച്ചുമാണ് കുട്ടികളെത്തിയത്. പ്രവേശനോത്സവത്തിൽ യൂണിഫോം ധരിച്ചെത്തിയ കുട്ടികൾക്ക് പുതിയ പാഠപുസ്തകങ്ങൾ നൽകി. സ്കൂൾ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അരിമല, ഇസ്ലാമിക് പഠന വിഭാഗം ഹെഡ് സുവൈദ് ഉസ്താദ്, ടീച്ചേഴ്സ് കോർഡിനേറ്റർമാരായ പർവീൻ ടീച്ചർ, ജുനൈദ നൌഷാദ്, KG ടീച്ചർ ഖൈറുനിസ, നാസർ ഉസ്താദ്, മുഹമ്മദ് മാസ്റ്റർ എന്നിവരടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലാ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ നടത്തി. കാഞ്ഞങ്ങാട് പുതിയകോട്ട മദ്രസ ഹാളിൽ DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുസമൂഹത്തെയും കുടുംബ ബന്ധങ്ങളെയും നാടിനെയും നശിപ്പിക്കുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെ ശക്തമായി ഉണർന്നു പ്രവർത്തിക്കാനും പൂർണ്ണമായി തുടച്ചു നീക്കാനും ലക്ഷ്യമിട്ട് കാസർഗോഡ് ജില്ലാ ലഹരി നിർമ്മാർജ്ജന സമിതി കാഞ്ഞങ്ങാട് പുതിയകോട്ട മദ്രസ ഹാളിൽ നടത്തിയ കൺവെൻഷൻ DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് A ഹമീദ് ഹാജി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി AC അബ്ദുള്ള ബേക്കൽ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി മൂസ പാട്ടിലത്ത, ആക്ടിംഗ് പ്രസിഡന്റ് CH മുഹമ്മദ് കുഞ്ഞി വടക്കേക്കര, ഹമീദ് ചേരങ്കൈ, കരീം കുശാൽ നഗർ, റസാഖ് തായലക്കണ്ടി, ബഷീർ ആറങ്ങാടി, മുത്തലീബ് കൂളിയങ്കാൽ, ഇബ്രാഹിം പാലാട്ട്, അസീസ് ആറങ്ങാടി, സുറൂർ മൊയ്തു ഹാജി, റഷീദ് ഹാജി ആറങ്ങാടി, സത്താർ ആവിക്കര, NA ഉമ്മർ, ജാഫർ മൂവാരിക്കുണ്ട്, വനിതാ വിംഗ് നേതാക്കളായ ഖദീജ ഹമീദ്, CH സുബൈദ, കുഞ്ഞാമിന C, സക്കീന ബഷീർ, സൗദ PV എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ KB കുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ വാർഷിക പൊതുയോഗം ചേർന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം അധ്യക്ഷത വഹിച്ചു. ഉദിനൂർ സുകുമാരൻ, A ഹമീദ് ഹാജി, ജോർജ് വർഗീസ്, ജമീല അഹമ്മദ്, ശ്രീജ പുരുഷോത്തമൻ, സുധാകരൻ കൂളിക്കാട്, രഞ്ജിത്ത് നമ്പ്യാർ, KB മുഹമ്മദ് കുഞ്ഞി, ഹരീഷ് ചന്ദ്രൻ, മുഹമ്മദ് കൈക്കമ്പ, ഹാജിറ സലാം, പ്രേമചന്ദ്രൻ ചോമ്പാല, നാസർ ചെറുക്കളം എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി മുരളീധരൻ പടന്നക്കാട് സ്വാഗതവും ട്രഷറർ സലീം സന്ദേശം ചൌക്കി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് ആസിഫ് CK, സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് 7ഓളം പുരസ്കാരം നേടിയ കൂട്ടായ്മ ട്രഷറർ സലീം സന്ദേശം ചൌക്കി എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തികച്ചും ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളായി ഗണേഷ് അരമങ്ങാനം പ്രസിഡന്റായും, മുരളീധരൻ പടന്നക്കാട് ജനറൽ സെക്രട്ടറിയായും, സലീം സന്ദേശം ചൌക്കി ട്രഷററായും, ശ്രീനാഥ് ശശി TCV കോർഡിനേറ്ററായും, അഹമ്മദ് കിർമാണി, സൂര്യനാരായണ ഭട്ട്, ഹക്കീം ബേക്കൽ, നാസർ ചെർക്കളം, സുമിത നീലേശ്വരം എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, അഡ്വക്കേറ്റ് അൻവർ, അഡ്വക്കേറ്റ് നിസാം,
സിസ്റ്റർ ജയ ആൻഡോ മംഗലത്ത്, പ്രീത സുധീഷ്, റയീസ ഹസൻ എന്നിവരെ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം തെങ്ങു കൃഷിയെ ബാധിക്കുന്ന കീട പ്രതിരോധ മേഖലയിലും വ്യാപിപ്പിക്കുമെന്ന് ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും യൂണിറ്റുകൾ രൂപീകരിച്ച് പ്രവർത്തനം സജീവമാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് CPCRIയിൽ നിന്ന് കീടപ്രതിരോധത്തിൽ ശാസ്ത്രീയ പരിശീലനം നേടിയ ടീമാണ് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും മാർഗനിർദ്ദേശങ്ങളും തെങ്ങു കർഷകർക്ക് നൽകുന്നത്. ജില്ലയിൽ ഇതിനകം 300 പേർ തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടത്തിൽ അംഗങ്ങളാണ്. ഇതിൽ 10 പേർ വനിതകളാണ്. തൊഴിലാളികൾക്ക് ജോലിക്കിടയിൽ അപകടം സംഭവിച്ചാൽ അടിയന്തര സഹായം എത്തിക്കൽ, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ സംഘടന ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചങ്ങാതിക്കൂട്ടത്തിന്റെ പ്രവർത്തനം ജില്ലയിലെ 10 പഞ്ചായത്തുകളിൽ സജീവമാണ്. ബാക്കിയുള്ള പഞ്ചായത്തിലും നഗരസഭകളിലും യൂണിറ്റുകൾ രൂപീകരിച്ച പ്രവർത്തനം സജീവമാക്കും. ഫേസ്ബുക്ക്, വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് തേങ്ങ പറിക്കാനും കീടനിയന്ത്രണത്തിനുമുള്ള തൊഴിലാളികളെ തോട്ടങ്ങളിൽ എത്തിക്കുന്നത്. ജൂൺ 15, 16 തീയതികളിൽ ശ്രീലങ്കയിൽ നടക്കുന്ന മാസ്റ്റേഴ്സ് ഓപ്പൺ ഇന്റർനാഷണൽ മീറ്റിൽ 5000, 3000, 1500, 800 മീറ്റർ ഓട്ട മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന തെങ്ങുകയറ്റക്കാരനായ മാരത്തോൺ ഓട്ടക്കാരൻ ചന്ദ്രൻ പാക്കത്തിന്റെ യാത്രാ ചിലവിലാവശ്യമായ തുക തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം ചടങ്ങിൽ കൈമാറി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ബിനു ബളാൽ, പ്രസിഡന്റ് CH മണി, രമേശൻ ബളാൽ, സന്തോഷ് ചാമുണ്ടിക്കുന്ന്, സിനോ ജോസ്, ഗിരീഷ് മല്ലം, ബിന്ദു കുമ്പള, സതീശൻ കുറ്റിപ്പുറം, രാജേഷ് ആയമ്പാറ, ഗിരീഷ് കക്കാട്ട് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തുടി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സാംസ്കാരിക വേദി മുൻ ചെയർമാൻ കമലാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് തുടി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ജില്ലയിലെ മാവിലൻ മലവേട്ടുവാൻ ഗോത്രത്തിലെ കുട്ടികളെ അനുമോദിച്ചു. മുൻ ചെയർമാൻ കമലാക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടി ചെയർമാൻ കുടമിന സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗോത്രകവി പ്രകാശ് ചെന്തലത്തെ പ്രൊഫസർ U ബാലകൃഷ്ണൻ ആദരിച്ചു. ജയചന്ദ്രൻ, രാഘവൻ ചേറ്റുകല്ല, JR വിമല എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. പ്രദീപ് മണിയറ, നാരായണൻ കോളിച്ചാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. 3ാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആഘോഷമാക്കി പ്രവർത്തകർ. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു കാസർകോട്ടെ ആഘോഷം. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ കാസർഗോഡ് ജില്ലാ ടീമിന് ഓവറോൾ കിരീടം. പിലിക്കോട്ടെ വിവിധ കേന്ദ്രങ്ങളിലെ 14 വേദികളിലായിരുന്നു കലോത്സവം നടന്നത്. ദേശീയപാതയിൽ ഡിവൈഡറിനായി എടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പയ്യന്നൂർ പിലാത്തറ വിളയാങ്കോടാണ് സംഭവം. കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പ് കേസ്. പുറത്തുവരുന്നത് പോലീസിനെ പോലും ഞെട്ടിപ്പിക്കുന്ന വൻ തട്ടിപ്പ് കഥകൾ. പെരുമ്പളക്കടവ് കൊവ്വലിൽ തോടിനു മുകളിൽ മണ്ണിട്ടതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. വീടുകളിലും പരിസരങ്ങളിലും മലിനജലം കയറി, കുടിവെള്ളവും മുട്ടി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.